നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. 2023 നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ ആദ്യത്തെ ഭാഗമാണിത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പാസ്പോർട്ട് ഉടമകൾ. ഇന്ത്യയിൽ ഏറ്റവും അധികം പാസ്പോർട്ട് ഉടമകളുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം പാസ്പോർട്ട് ഉടമകളുള്ള സംസ്ഥാനമാണ് കേരളം. പോയിന്റ് വ്യക്തമാണ്. അടുത്ത പോയിന്റ്, 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിന്റെ വേദി എവിടെയാണ്? 5ാമത്തെ ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിന്റെ വേദി തിരുവനന്തപുരമാണ്. 5ാമത്തെ ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിന്റെ വേദി തിരുവനന്തപുരമാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും അധികം പാസ്പോർട്ട് ഉടമകളുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിന്റെ വേദി തിരുവനന്തപുരമാണ്. 2 പോയിന്റ് കൃത്യമാണ്. അടുത്ത പോയിന്റ്, യുനെസ്കോ. യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചത് സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചത് കോഴിക്കോടിനാണ്. യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചത് കോഴിക്കോടിനാണ്. അതുപോലെ യുനെസ്കോയുടെ സംഗീത നഗരം എന്ന പദവി ലഭിക്കുന്നത് ഗ്വാളിയോറിനാണ്. യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി ലഭിക്കുന്നത് കോഴിക്കോടിനും യുനെസ്കോയുടെ സംഗീത നഗരം എന്ന പദവി ലഭിക്കുന്നത് ഗ്വാളിയോർ. ഇപ്പൊ ഗ്വാളിയോർ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ? ഗ്വാളിയോറിൽ സംഗീതം പഠിക്കാൻ പോയ ആളുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സാഹിത്യ നഗരം കോഴിക്കോട്, സംഗീത നഗരം ഗ്വാളിയോർ. 2 പോയിന്റ് അവിടെ വ്യക്തമാണ്. നമ്മൾ പഠിച്ചത് ഇന്ത്യയിലെ ഏറ്റവും അധികം പാസ്പോർട്ട് ഉടമകളുള്ള സംസ്ഥാനം കേരളം, 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിന്റെ വേദി തിരുവനന്തപുരം, യുനെസ്കോയുടെ സാഹിത്യ നഗരം കോഴിക്കോട്, സംഗീത നഗരം ഗ്വാളിയോർ. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്നത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്നത് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്നത് കോഴിക്കോട്. കൃത്യമാണ്. സംഗീത അക്കാദമി. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്നതിന് ഇനി കോഴിക്കോട് പോകാം. അടുത്ത പോയിന്റ്, ഡിജിറ്റൽ സാക്ഷരത. രാജ്യത്തെ, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏത്? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പൊ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓർത്തു വെക്കുക. നമ്മുടെ പോയിന്റ് ക്ലിയർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ബ്ലോക്ക് പഞ്ചായത്താണ് കിളിമാനൂര്. പോയിന്റ് അവിടെ വ്യക്തമാണ്. അടുത്ത പോയിന്റ്, ആണവ നിലയം. സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ കീഴിലുള്ള ആദ്യത്തെ ആണവ നിലയം നിലവിൽ വരുന്നത് കായംകുളം. സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ കീഴിൽ വരുന്ന ആദ്യത്തെ ആണവ നിലയം എവിടെ എന്ന് ചോദിച്ചാൽ കായംകുളമാണ്. കായംകുളം ആണവ നിലയം കായംകുളം. അടുത്തത്, കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം. നമുക്കറിയാം കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പി, മങ്കൊമ്പ്, വൈറ്റില, കായംകുളം എന്നീ സ്ഥലങ്ങളിലാണ്. ഇനി മങ്കൊമ്പിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ പേരാണ് MS സ്വാമിനാഥൻ. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ആരുടെ പേരിൽ അറിയപ്പെടും? MS സ്വാമിനാഥന്റെ പേരിൽ അറിയപ്പെടും. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. അടുത്ത പോയിന്റ്, 2022 ശ്രദ്ധിക്കണേ, വർഷം അവിടെ ഒന്ന് ഓർത്തു വെച്ചോണ്ട് 2022 ആണ്. 2022 മുഖ്യമന്ത്രിയുടെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് പോലീസ് സ്റ്റേഷനാണ്? 2022 മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചത് ഏത് പോലീസ് സ്റ്റേഷനാണ്? മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ പോലീസ് സ്റ്റേഷന്റെ പേര് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ. മലപ്പുറം ജില്ലയിലാണ് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ. ആ പോയിന്റും അവിടെ വ്യക്തമാണ്.
മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ടറേറ്റ്. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ടറേറ്റ് ആണ് കോട്ടയം ജില്ലാ കളക്ടറേറ്റ്. ഇങ്ങനൊരു പോയിന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ പഠിച്ചോണം. രണ്ടാമത്തെ കളക്ടറേറ്റിന്റെ കാര്യമാണ് പറയാൻ വന്നത്. അതായത് ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ കളക്ടറേറ്റ് ഏതാണ്? ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച രണ്ടാമത്തെ കളക്ടറേറ്റ് ആണ് തിരുവനന്തപുരം കളക്ടറേറ്റ്. തിരുവനന്തപുരം കളക്ടറേറ്റ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ രണ്ടാമത്തെ കളക്ടറേറ്റ് ആണ് തിരുവനന്തപുരം കളക്ടറേറ്റ്. ഇനി ഒരു പോയിന്റ് കൂടെ പഠിച്ചോണേ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ സബ് കളക്ടറേറ്റ് ഏതാണെന്ന് ചോദിച്ചാലും തിരുവനന്തപുരമാണ്. ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ആദ്യത്തെ കളക്ടറേറ്റ് ഒറ്റ ഉത്തരം കോട്ടയം. രണ്ടാമത്തെ കളക്ടറേറ്റ് തിരുവനന്തപുരം. ആ പോയിന്റോടെ വ്യക്തമാണ്. അടുത്തത്, അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി ഒരു പദ്ധതി ആരംഭിച്ചു. അതിന്റെ പേരാണ് ഓപ്പറേഷൻ യെല്ലോ എന്നാണ് പേര്. ഓപ്പറേഷൻ യെല്ലോ. അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ യെല്ലോ. ഓർത്തിരിക്കാം, ഓപ്പറേഷൻ യെല്ലോ. ഇനി അടുത്തത്, കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുത്തത് ആരെയാണ്? കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് തെരഞ്ഞെടുത്തത് ചലച്ചിത്ര നടനൊക്കെ ആയിട്ടുള്ള ഇന്ദ്രൻസിനെയാണ്. കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാൽ ഇന്ദ്രൻസ് ആണ്. അടുത്ത പോയിന്റ്, കേരള സംസ്ഥാനം സാഹിത്യ മേഖലയിൽ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം. കേരളത്തിൽ സാഹിത്യ മേഖലയിൽ കിട്ടുന്ന ഏറ്റവും വലിയ പുരസ്കാരത്തിന്റെ പേര് എഴുത്തച്ഛൻ പുരസ്കാരം എന്നാണ്. നമുക്കറിയാം, എഴുത്തച്ഛൻ പുരസ്കാരം. മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. ഓക്കെ, അപ്പൊ കേരള സംസ്ഥാന സാഹിത്യ മേഖലയിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം 2023 പ്രഖ്യാപിച്ചപ്പോൾ ആർക്ക് ലഭിച്ചു? എഴുത്തച്ഛൻ പുരസ്കാരം 2023 ലഭിച്ച ആളുടെ പേരാണ് SK വസന്തൻ. അദ്ദേഹത്തിന്റെ പേര് SK വസന്തൻ എന്നാണ് പേര്. SK വസന്തൻ. അപ്പൊ 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. 31ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് SK വസന്തന് ലഭിക്കുന്നത്. 31ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് SK വസന്തന് ലഭിക്കുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ് ഇവിടെ ക്ലിയർ ആണ്. ഈ SK വസന്തന്റെ കുറച്ച് കൃതികൾ, അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട ഒരു 3 കൃതികളെ കുറിച്ചാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത്. ഒന്നാണ് കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു. നമ്മൾ നടന്ന വഴികൾ ഓർത്തിരിക്കേണ്ട ഒരു കൃതിയാണ് നമ്മൾ നടന്ന വഴികൾ. മറ്റൊരു കൃതിയാണ് കാലം സാക്ഷി. അപ്പൊ കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, കാലം സാക്ഷി എന്നിങ്ങനെ 3 കൃതികൾ ആരുടേതാണ്? SK വസന്തേത്. SK വസന്തൻ. അപ്പൊ അവിടെ ആ പോയിന്റുകൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, നിങ്ങൾ കേട്ടിട്ടുള്ള ആളാണ് CK ജാനു, അല്ലെ? ആദിവാസി സമര നായികയാണ് CK ജാനു. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് ഓർത്തു വെച്ചോണം. CK ജാനു ആത്മകഥ എഴുതി. CK ജാനുവിന്റെ ആത്മകഥയുടെ പേരാണ് അടിമമക്ക. ഓർത്തു വെച്ചോണം, അടിമമക്ക. CK ജാനുവിന്റെ ആത്മകഥയുടെ പേരാണ് അടിമമക്ക. ഓർത്തോ, അടിമമക്ക. പ്രത്യേകം ഓർത്തിരിക്കണം, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്ത പോയിന്റ്, ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തിരിക്കുന്ന മന്ത്രി PA മുഹമ്മദ് റിയാസ്. നമുക്കറിയാവുന്ന ആളാണ് PA മുഹമ്മദ് റിയാസ്. ഇദ്ദേഹം രചിച്ചതാണ് കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും. ആര് രചിച്ചു? PA മുഹമ്മദ് റിയാസ് രചിച്ചതാണ്. കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും PA മുഹമ്മദ് റിയാസ്. ഓർത്തു വെച്ചോണം. അടുത്ത പോയിന്റ്, ദ ലോ ട്രസ്റ്റിന്റെ
ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ദ ലോ ട്രസ്റ്റിന്റെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം ലഭിച്ചയാളാണ് ഉമ്മൻചാണ്ടി. ഓർത്തു വെക്കണം, ദ ലോ ട്രസ്റ്റിന്റെ VR കൃഷ്ണയ്യർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉമ്മൻചാണ്ടിക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ അവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഒന്ന് ഓർത്തു വെക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് ഒരു തിരിച്ചുവരവില്ല. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. അടുത്ത ഭാഗത്തിൽ പറയാനുള്ളത് തോപ്പിൽ ഭാസി പുരസ്കാരം. തോപ്പിൽ ഭാസി പുരസ്കാരം 2023 ലഭിച്ചത് സിനിമാ നടൻ മധുവിനാണ് ലഭിക്കുന്നത്. തോപ്പിൽ ഭാസി പുരസ്കാരം 2023 ലഭിക്കുന്നത് ചലച്ചിത്ര നടനായ മധുവിനാണ് ലഭിക്കുന്നത്. ഓർത്തു വെക്കണം. അടുത്ത പോയിന്റ്, പണ്ട് പണ്ടൊരു മാർത്താണ്ഡവർമ്മ ആരുടെ കൃതിയാണ്? പണ്ട് പണ്ടൊരു മാർത്താണ്ഡവർമ്മ ആരുടെ കൃതിയാണ്? സുഭാഷ് ചന്ദ്രൻ. ഓർത്തു വെച്ചോളൂ, സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രൻ. സാഹിത്യ മേഖലയിലെ പുരസ്കാരങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ് സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രൻ അദ്ദേഹത്തിന്റെ കൃതിയാണ് പണ്ട് പണ്ടൊരു മാർത്താണ്ഡവർമ്മ. പണ്ട് പണ്ടൊരു മാർത്താണ്ഡവർമ്മ സുഭാഷ് ചന്ദ്രന്റെ കൃതിയാണ്. ഇനി കേരളപ്പിറവിയോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം കേരള ഗവൺമെന്റ് ആരംഭിച്ചിരുന്നു. അതിന്റെ പേരാണ് കേരളീയം 2023. കേരളപ്പിറവിയോടനുബന്ധിച്ച് കേരള ഗവൺമെന്റ് ആരംഭിച്ച ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമിന്റെ പേരെന്ത്? അതാണ് കേരളീയം 2023. കേരളീയം 2023. നമുക്കറിയാം നവംബർ 1 എന്ത്? നവംബർ 1 കേരളപ്പിറവി. 1956 നവംബർ 1 എന്ത് നിലവിൽ വരുന്നത്? കേരളം നിലവിൽ വരുന്നത്. ഓക്കെ, അത് വ്യക്തമാണ്. അപ്പൊ അടുത്ത പോയിന്റ്, അപ്പൊ കേരളീയം ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ, അടുത്തത് ഏകദിന ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അതിവേഗത്തിൽ 100 വിക്കറ്റ് സ്വന്തമാക്കിയ ഫുട്ബോളർ ആരാണ്? അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അതിവേഗത്തിൽ 100 വിക്കറ്റുകൾ സ്വന്തമാക്കിയ ക്രിക്കറ്റ് താരം ആരാണ്? പാകിസ്ഥാൻ താരമാണ്. ഷഹിൻഷാ അഫ്രിദി എന്നാണ് പേര്. ഷഹിൻഷാ അഫ്രിദി എന്നാണ് പേര്. ഷഹിൻഷാ അഫ്രിദി. പോയിന്റ് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് പത്മപ്രഭ. നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളെ പത്മ പുരസ്കാരം എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? പത്മ പുരസ്കാരം എന്ന് പറയുന്നത് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ, ഇങ്ങനെയാണ് പത്മ പുരസ്കാരങ്ങൾ. ഇതിൽ പത്മവിഭൂഷണ് പകരമായിട്ട് കേരളത്തിൽ ആരംഭിച്ച പുരസ്കാരമാണ് കേരള ജ്യോതി. പത്മഭൂഷണ് പകരമായിട്ട് ആരംഭിച്ചതാണ് കേരള പ്രഭ. പത്മശ്രീക്ക് പകരമായിട്ട് ആരംഭിച്ചതാണ് കേരള ശ്രീ എന്നീ പുരസ്കാരങ്ങൾ. അപ്പൊ 2023 ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. അപ്പം കേരള ജ്യോതി പുരസ്കാരം 2023 ലഭിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ ടി പത്മനാഭൻ. ഓർത്തു വെക്കണം, അത്യാവശ്യം ഓർത്തു വെക്കേണ്ട പോയിന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ടി പത്മനാഭൻ സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ടി പത്മനാഭന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. കേരള ജ്യോതി ഒരാൾക്കേ കിട്ടിയിട്ടുള്ളൂ. കേരള പ്രഭയാണെങ്കിൽ 2 പേർക്ക് കിട്ടുന്നുണ്ട്. കേരള ശ്രീ ആണെങ്കിൽ 5 പേർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കേരള ജ്യോതി ഒരാൾക്ക്, കേരള പ്രഭ 2 ആൾക്ക്, കേരള ശ്രീ ആണെങ്കിൽ 5 പേർക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഇവിടെ മുഴുവൻ പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം 8 പേരുടെ പേര് പഠിക്കണം. 8 പേരുടെ പേര് പഠിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരാളെ കൃത്യമായിട്ട് പഠിച്ചു. കേരള ജ്യോതി ലഭിച്ച ആളുടെ പേര് ടി പത്മനാഭൻ എന്നാണ്. ടി പത്മനാഭൻ എന്നാണ്. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം ലഭിക്കുന്നത്. അടുത്തത് കേരള പ്രഭ. അപ്പൊ അത് 2 പേർക്കാണ് ലഭിക്കുന്നത്. 2 പേർക്ക്. ഒന്ന് ഫാത്തിമ ബീവി, ജസ്റ്റിസ് ഫാത്തിമ ബീവി. നമ്മളറിയാം സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ വനിതയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി. അടുത്ത ആളുടെ പേരാണ് സൂര്യ കൃഷ്ണമൂർത്തി. കല എന്ന് പറയുന്ന മേഖലയിലാണ് സൂര്യ കൃഷ്ണമൂർത്തിക്ക് നൽകുന്നത്. സൂര്യ സൂര്യ എന്നുള്ള വാക്കൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. ഒരു സിനിമാ നടന്റെ പേരാണ് എന്ത്? സൂര്യ എന്നൊക്കെ പറയുന്നത്. അപ്പോ 2 പേരെ ഓർക്കണം. ഫാത്തിമ ബീവി എന്ന പേര് ഓർക്കണം. ഫാത്തിമ ബീവി സാമൂഹിക സേവനത്തിനാണ്, ആ ഒരു വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. സാമൂഹിക സേവനം
സോഷ്യൽ വർക്ക്, സാമൂഹിക സേവനത്തിനാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഫാത്തിമ ബീവി, അതുപോലെ സൂര്യ കൃഷ്ണമൂർത്തി. സൂര്യ എന്ന് പറയുമ്പോൾ കലാകാരനാണല്ലോ, അദ്ദേഹം ഒരു സിനിമാ നടൻ, കലാകാരനാണല്ലോ. സോ സൂര്യ കൃഷ്ണമൂർത്തി എന്ന് പറയുമ്പോഴും കല എന്നുള്ള രീതിയിൽ അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. രണ്ടുപേര് ക്ലിയർ ആണ്. ടി പത്മനാഭൻ ക്ലിയർ ആണ്, ഫാത്തിമ ബീവി ക്ലിയർ ആണ്, സൂര്യ കൃഷ്ണമൂർത്തി ക്ലിയർ ആണ്. ഇനി 5 പേരിലേക്ക് നമ്മൾ പോവുകയാണ്. കേരള ശ്രീ ലഭിച്ച 5 പേര് ആരൊക്കെയാണ്? ഒന്ന് പുനലൂർ സോമരാജൻ. പുനലൂർ സോമരാജൻ. അടുത്തത് ഡോക്ടർ വി പി ഗംഗാധരൻ. ഡോക്ടർ വി പി ഗംഗാധരൻ. അടുത്തത് രവി ഡി സി. രവി ഡി സി. അടുത്തത് കെ എം ചന്ദ്രശേഖർ. കെ എം ചന്ദ്രശേഖർ. അടുത്തത് പണ്ഡിറ്റ് രമേശ് നാരായണൻ. പണ്ഡിറ്റ് രമേശ് നാരായണൻ. ഇങ്ങനെയാണ് 5 ആൾക്കാരുടെ പേര്. ഇവരെ ഓർത്തിരിക്കുന്നതിനായിട്ട്, പെട്ടെന്ന് ഓർക്കാനായിട്ട്, ഇവിടെ രാജൻ എന്നുണ്ട്, ഇവിടെ രവി എന്നുണ്ട്, ഇവിടെ രമേശ് എന്നുണ്ട്. അപ്പൊ 3 പേര് അവിടുന്ന് തന്നെ കിട്ടും. രാജനുണ്ട്, രവിയുണ്ട്, രമേശ് ഉണ്ട്. രാജനുണ്ട്, രവിയുണ്ട്, രമേശ് ഉണ്ട്. രാജനുണ്ട്, രവിയുണ്ട്, രമേശ് ഉണ്ട്. രാജൻ, രവി, രമേശ്. രാജൻ, രവി, രമേശ്. ഓക്കെ. പിന്നെ ഗംഗാധരൻ, ചന്ദ്രശേഖർ. ചന്ദ്രശേഖർ, ഗംഗാധരൻ, ചന്ദ്രശേഖർ. അപ്പൊ ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഠിച്ചത്. രാജനുണ്ട്, രവിയുണ്ട്, രമേശ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നത് പുനലൂർ സോമരാജൻ. രാജൻ എന്ന് പറയുമ്പോൾ പുനലൂർ സോമരാജൻ. പുനലൂർ സോമരാജൻ. രവി ഡി സി. രവി ഡി സി. രമേശ് നാരായൺ. രമേശ് നാരായൺ. പണ്ഡിറ്റ് രമേശ് നാരായൺ. പണ്ഡിറ്റ് രമേശ് നാരായൺ. പിന്നെ ഗംഗാധരൻ, ഡോക്ടർ വി പി ഗംഗാധരൻ. ഡോക്ടർ വി പി ഗംഗാധരൻ. അടുത്തത് കെ എം ചന്ദ്രശേഖർ. കെ എം ചന്ദ്രശേഖർ. രാജനുണ്ട്, രവിയുണ്ട്, രമേശ് ഉണ്ട്, ഗംഗാധരനുണ്ട്, ചന്ദ്രശേഖർ ഉണ്ട്. ഇവരാണ് 5 പേര്. 5 പേര്. അപ്പൊ ഇവരെ ഓരോന്ന് നോക്കാം. പുനലൂർ സോമരാജൻ എന്ന് പറയുമ്പോൾ സോഷ്യൽ വർക്കറാണ്, സാമൂഹിക സേവനത്തിനാണ് പുനലൂർ സോമരാജൻ. പുനലൂർ സോമരാജൻ. അടുത്തത് ഡോക്ടർ വി പി ഗംഗാധരൻ. ഡോക്ടർ വി പി ഗംഗാധരൻ. ഹെൽത്ത്, ആരോഗ്യം. ആരോഗ്യം എന്ന് പറയുന്ന മേഖലയിലാണ് ഡോക്ടർ വി പി ഗംഗാധരന് പുരസ്കാരം നൽകുന്നത്. അടുത്തത് രവി ഡി സി. രവി ഡി സി. വ്യവസായ മേഖലയിലാണ് രവി ഡി സിക്ക് കേരള ശ്രീ നൽകുന്നത്. രവി ഡി സി. കെ എം ചന്ദ്രശേഖർ. കെ എം ചന്ദ്രശേഖർ. സിവിൽ സർവീസ് ആണ്. സിവിൽ സർവീസ് ആണ് ഏത്? കെ എം ചന്ദ്രശേഖർ. പണ്ഡിറ്റ് രമേശ് നാരായണൻ, അതായത് നാരായൺ സംഗീതം അഥവാ മ്യൂസിക് വിഭാഗത്തിലാണ് പണ്ഡിറ്റ് രമേശ് നാരായണന് പുരസ്കാരം കൊടുക്കുന്നത്. അപ്പൊ 5 പേര് അവിടെ വ്യക്തമാണ്. പുനലൂർ സോമരാജൻ, ഡോക്ടർ വി പി ഗംഗാധരൻ, രവി ഡി സി, കെ എം ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായൺ. അപ്പൊ ഈ 5 പേര് അവിടെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. കോളിൻസ് ഡിക്ഷണറിയുടെ 2023 വാക്ക് ഏതാണ്? കോളിൻസ് ഡിക്ഷണറി 2023 വാക്കായി തെരഞ്ഞെടുത്തത് ഏത് വാക്കിനെയാണ്? അതാണ് AI. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കോളിൻസ് ഡിക്ഷണറി 2023 വാക്കായി തെരഞ്ഞെടുത്തത് ഏത് വാക്കിനെയാണ്? അത് AI എന്ന് പറയുന്ന വാക്കാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ ആ ഒരു പോയിന്റും അവിടെ ക്ലിയർ ആണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിതോർജ സർവകലാശാല ഏതാണ്? ഇന്ത്യയിലെ തന്നെ, കേരളത്തിലെ നല്ല പറഞ്ഞത്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹരിതോർജ സർവകലാശാല ഏതാണ്? അത് കേരള സർവകലാശാലയാണ്. കേരള സർവകലാശാലയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹരിതോർജ സർവകലാശാലയാണ് കേരള സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കേരള സർവകലാശാല എന്ന് പറയുന്നത്, അല്ലെ? നമുക്കറിയാം അതിന്റെ ആദ്യകാല പേര് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി എന്നായിരുന്നു. ഓക്കെ. അപ്പൊ ഈ ഒരു ഭാഗത്തും പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. 2023 നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തൽക്കാലം ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു.